ആലപ്പുഴയുടെ വികസനം എന്ന് പറയുന്നത് നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ പുറകിലോട്ടായിരുന്നു എന്നതാണ്. എന്നാൽ കുറഞ്ഞ കാലങ്ങളായിട്ട് ആലപ്പുഴയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടന വേളയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വിശേഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അത് മറ്റു എങ്ങുമല്ല, നമ്മുടെ വെള്ളാപ്പള്ളി പാലം എന്ന് പറയും. മുമ്പ് ആദ്യം നടപ്പാലമായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 വീലർ പോകുന്ന രീതിയിലുള്ള പാലമായി. അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട് അത് ഇച്ചിരി വികസിപ്പിച്ച് നല്ല രീതിയിലുള്ള ഒരു കാറൊക്കെ കയറാൻ പറ്റുന്ന പാലമായിരുന്നു. പക്ഷേ അതിൻ്റെ കൈവരിയൊക്കെ പോയി മോശമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ ആലപ്പുഴയുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ PP ചിത്രൻ അവറുകൾ ആ പാലം പുതിയ രീതിയിൽ നിർമ്മിക്കാൻ തീരുമാനമെടുക്കുന്നത്. എന്തായാലും വലിയ കാലതാമസമില്ലാതെ ആ പാലം നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന വേളയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് ചെല്ലപ്പൻ. നമസ്കാരം. ഇതെൻ്റെ കസിനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഞങ്ങളൊരു സ്ഥലം വരെ പോയിട്ട് വരികയാണ്, അനീഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശേഷം പങ്കുവെക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളിങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഈ വിശേഷം പങ്കുവെക്കാൻ വേണ്ടി അവൻ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ വിശേഷ വീഡിയോയും ഒക്കെ ആയിട്ട് പങ്കുവെക്കാം. ഇതാണ് നമ്മുടെ പാലം നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടന വേളയിലേക്ക് ലാസ്റ്റ് മിനുക്കുമണി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. പെയിന്റിങ്ങും കൈവരിയുടെ പൂർത്തീകരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പാലം ഏതാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നവർക്ക്, ആലപ്പുഴ നഗരത്തിലെ ഷൗക്കട്ട പാലത്തിനും പാപ്പവൈദർ ജംഗ്ഷനും മധ്യയുള്ള വെള്ളാപ്പള്ളി പള്ളിയുടെ ഓപ്പോസിറ്റുള്ള പാലം, അതിനെയാണ് വെള്ളാപ്പള്ളി പാലം എന്ന് ഞാൻ അഭിസംബോധന ചെയ്തത്. വളരെ മനോഹരമായിട്ട് പാലം നിർമ്മിച്ചിട്ടുണ്ട്. കൈവരികളാണെങ്കിലും കാഴ്ചയിൽ വളരെ ഭംഗിയോടുകൂടി, ഈ പെയിൻറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ വളരെ ഭംഗിയോടുകൂടി തന്നെ കാണാൻ സാധിക്കുന്നൊരു പാലം. പക്ഷേ പാലത്തിൻ്റെ തുടക്കം, പാലത്തിലേക്ക് കയറുന്ന ഭാഗങ്ങളിൽ നല്ല വീതിയുണ്ട് ഈ പാലത്തിന്. അതോടൊപ്പം പാലത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഭാഗങ്ങളിൽ നല്ല വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ വീതി നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നാളെ ഈ വീതി തെരുവോര കച്ചവടക്കാർ കൈകേറി ഇത് യാത്രക്കാർക്ക് ദുരിതമുണ്ടാകാത്ത രീതിയിൽ ദുരിതമുണ്ടാകുന്ന രീതിയിലേക്ക് മാറാതിരിക്കട്ടെ. പക്ഷേ ഇതിൽ ഒരു അപാകതകളായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഈ പാലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ വീതി കുറവാണ്. വരും കാലഘട്ടത്തിൽ ഈ പാലം ഇനി പൊളിച്ചു പണിയുന്നൊരവസ്ഥയിലേക്ക് വരാൻ പാടില്ലാത്ത രീതിയിൽ നിർമ്മിക്കേണ്ടതായിരുന്നു. കാര്യം ട്രാഫിക് കൂടുന്ന കാലഘട്ടമാണ് ഇനി വരുന്നത്, കൂടുതൽ വാഹന പെരുപ്പുകൾ കൂടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വാഹന പെരുപ്പം കൂടുമ്പോൾ ഭാവിയെ ഉൾക്കൊള്ളിച്ച് പൂർണ്ണമായും കണ്ടില്ലേ ഒരു പ്രധാന റോഡുമാണ്. അപ്പോൾ കൂടുതൽ വാഹനങ്ങളും കൂടുതൽ യാത്രക്കാരും ഈ പാലം ആശ്രയിക്കും. അപ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഈ പാലത്തിന് കുറച്ചുകൂടി വീതി കൂട്ടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീതി കൂട്ടാമായിരുന്നു എന്നതൊരു കാഴ്ച. ഇതാണ് നമ്മുടെ വെള്ളാപ്പള്ളി പള്ളി എന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ പാലം. ഇപ്പോൾ ഒരു വാഹനം കയറി പോകുന്നത് കണ്ടോ? ആ വാഹനം കയറി മറ്റൊരു വാഹനം കൂടി കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വീതി കുറഞ്ഞു പോകും. ആ ഒരു പോരായ്മ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആലപ്പുഴയിൽ നടക്കുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷം. വളരെ മനോഹരമായി നിർമ്മിച്ച ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം എത്രയും വേഗം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നതും എന്നെ കാണുന്ന നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആലപ്പുഴയുടെ MLA PP ചിത്രജൻ അവറുകൾക്ക് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദിയും അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. എന്തായാലും നല്ല രീതിയിൽ ഈ പാലം പൂർത്തീകരിച്ചു കാണാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷം. മറ്റൊരു വിഷയമായി നിങ്ങളോടൊപ്പം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ. നന്ദി.